ഹലോ ഗേസ്, അപ്പോൾ നാളെ വിഷു ആണ്. അപ്പോൾ വിഷുവായിട്ട് അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഇന്നലെ ഈ കണിയെല്ലാം റെഡിയാക്കിയിട്ട് കിടന്നപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. അപ്പോൾ ഈ ലേറ്റായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയത് ആകെ ഒരു 1.5 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു 4:45 എഴുന്നേറ്റു. ഒരു 4:45 കഴിഞ്ഞപ്പോൾ കണിയെല്ലാം കണ്ടു. പിന്നെ പോയി കുളിച്ച് റെഡിയായി നേരെ കോവിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഗെയ്സ്, നേരം ഇതിൽ നല്ല വെട്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും അത്ര നന്നായിട്ട് സമയമായിട്ടില്ല കേട്ടോ. 6 കഴിഞ്ഞതേ ഉള്ളൂ ടൈം. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഗെയ്സ്. കുളിച്ചിട്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ സൈഡിലോട്ട് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ നല്ല ക്ഷേത്രത്തിൻ്റെ പാട്ടും ആ ഒരു ചന്ദനത്തിൻ്റെ മണവും എല്ലാം കൂടെ നല്ലൊരു പീസ്ഫുൾ വൈബായിരുന്നു കേട്ടോ. ഞാൻ എന്നും കോവിലൊന്നും പോകത്തില്ല, ഇടയ്ക്കൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ആ പോകുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കാപ്പി എടുക്കുന്നുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ കാവിലേക്കാണ് നടന്നു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കാവ് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ നല്ല സെറ്റാക്കി. ഇപ്പം നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളിനി അടുത്ത് എന്താ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. കാരണം ഈ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തല എന്തോ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അമ്മ ഒരു സദ്യ പോലെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന്. 2 മണിക്കാണ് ഗെയ്സ് സിനിമ. പക്ഷേ ഇപ്പോൾ സമയം ലേറ്റായി. പക്ഷേ ഇന്ന് സിനിമയ്ക്ക് പോകുന്നത് ഞാൻ ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു തിയേറ്ററിൽ ഫസ്റ്റ് ടൈമാണ് ഗെയ്സ് നമ്മൾ സിനിമ കാണാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മൾ 8 മിനിറ്റ് ലേറ്റാണ് ഗെയ്സ്. Outside food or drinks allowed inside the theatre screen. ഇഷ്ടപ്പെടാത്ത പടം എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ഇന്നത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നസ്ലിൻ്റെ ആലപ്പുഴ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത് നസ്ലിൻ എന്ന് പറഞ്ഞാലേ നമുക്ക് സിനിമ ഇഷ്ടമാണ്. കണ്ടിന്യൂ. അപ്പോൾ സിനിമയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞാനും അവനും കൂടെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ കേട്ടോ. അപ്പോൾ പിന്നെ ചാർജ് കുടിക്കാനായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കാര്യം ഗ്ലാസ് വെച്ചിട്ട് ചാർജ് കുടിച്ചിട്ടിരിക്കുകയെന്ന്. പക്ഷെ ഞാൻ കുടിച്ചതല്ല. ഞാൻ ആ ചാർജയുടെ ഒരു അല്പം മാത്രം കുടിക്കുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് നല്ല ചുമ വന്നു. പിന്നെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സ്ട്രോ ആയിട്ട് കുടിക്കുന്ന എൻ്റെ ചാർജാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വിഷു ഡേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പടക്കം പൊട്ടിക്കണമെന്ന് ഭയങ്കരമായിട്ട് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ സമ്മതിച്ചില്ല. കാരണം പടക്കം പൊട്ടിച്ച് 2 പ്രാവശ്യം എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല കയ്യിൽ നല്ല പണി കിട്ടി. അതിന് ശേഷം വാങ്ങിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ പൊട്ടാതിനെ എന്തോ ജസ്റ്റ് ഇങ്ങനെ തറച്ചൊക്കെ അങ്ങനെ തോന്നുന്ന സാധനമുണ്ടോ, അത് പക്ഷേ ഈ വെടി പൊട്ടും പോലെ പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനുശേഷം എന്തായാലും ആ പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ. അപ്പോൾ അത് സമ്മതിച്ചില്ല. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ വിഷു പരിപാടി. ഇപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.